ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഹെൽത്തിയും ടേസ്റ്റിയുമായ മുള്ളങ്കി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അത് വേണ്ട സാധനങ്ങൾ: മുള്ളങ്കി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, പച്ചമുളക്, മല്ലിപ്പൊടി, മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, അരമണിക്കൂർ മുന്നേ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടി, ചപ്പാത്തി മാവിൻ്റെ പരിവത്തിൽ. മുള്ളങ്കി ഫസ്റ്റ് നമ്മൾ നല്ലപോലെ വെള്ളം പിഴിഞ്ഞെടുക്കണം. ഞങ്ങളിവിടെ 2 മുള്ളങ്കിയാണ് എടുത്തിരിക്കുന്നത്. ഈ ക്വാണ്ടിറ്റിയും കൊണ്ട് ഒരു 5 ചപ്പാത്തി ഉണ്ടാക്കാം. ഫസ്റ്റ് മുള്ളങ്കി നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. വൈറ്റ് കളറുള്ള മുള്ളങ്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിങ്കിഷ് കളർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മുള്ളങ്കി നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. അത് നല്ലപോലെ മിക്സാക്കണം. അതിന് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സാക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളത് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് കുഴക്കുക. കുറച്ച് ചപ്പാത്തി മാവ് എടുത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം മാവ്. കാരണം ഈ മിക്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പരത്തേണ്ടതാണ്. നല്ലപോലെ ഗോതമ്പ് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് കുറച്ചൊന്ന് പരത്തുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ച് നല്ലപോലെ പുറത്ത് പോകാതെ നല്ല ടൈറ്റിൽ ഇതേപോലെ ചെയ്യാം. സീൽ ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ജാസ്തി പൊടി യൂസ് ചെയ്തിട്ട് ഇത് പരത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് പൊടി ജാസ്തി ഉപയോഗിക്കുക. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് പരത്തി കൊടുക്കുക നല്ലപോലെ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിക്കല്ല് നല്ലപോലെ ചൂടാക്കി നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി അതിൽ ഒരു 2-3 സെക്കൻഡ് ഒരു ഭാഗം നല്ലപോലെ വേവാനെടുക്കും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ മുകളിൽ ചെറിയതായി കുമിളക് വരുമ്പോൾ നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ട ശേഷം മാത്രം നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർ അധികം ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. കുറച്ച് യൂസ് ചെയ്താൽ മതി. ഞങ്ങളിവിടെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുള്ളങ്കി പൊറോട്ട ഇത് റെഡി ആയിട്ട് വരുന്നു. ഞങ്ങളിവിടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഞങ്ങളടുത്ത് പറയാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.